ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിലേവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യം. യോഹന്നാൻ 5:6. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഹൂദരുടെ ഉത്സവങ്ങളിലും പെരുന്നാളുകളിലും പങ്കെടുക്കുന്നതിന് യേശു എന്നും തൽപരനായിരുന്നു എന്ന് യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട്. മതഘടനകളിൽ വൈകല്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും തൻ്റെ സ്വന്തം ജനത്തോടൊപ്പം ആരാധന നടത്തുന്നതിലുള്ള താല്പര്യം കർത്താവിനുണ്ടായിരുന്നു. ഈ ഭാഗത്ത് കർത്താവ് ഒരു പെരുന്നാളിൽ പങ്കെടുക്കാൻ യെരുശലേമിലേക്ക് പോയി എന്ന് യോഹന്നാൻ സൂചിപ്പിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ കാണുന്നത് ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയാതെ കുളക്കരയിലും വഴിയരികിലുമൊക്കെ കിടക്കുന്ന ആളുകളുടെ ഇടയിലും പ്രാന്തസ്ഥിതരുടെ മധ്യത്തിലും ഒക്കെയായിരുന്നു. നെഹമ്യ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും 22-ലൊക്കെ വായിക്കുന്ന യെരുശലേം മതിലിൻ്റെ ആട്ടുവാതിൽക്കലും ബെഥസ്ത എന്ന കുളക്കരയിലും ശയ്യാവലംബികളും അന്ധരും മുടന്തരുമായ അനവധി ആളുകൾ കിടത്തപ്പെട്ടിരുന്നു. യേശുവിൻ്റെ ശ്രദ്ധ അവിടെയാണ് ഉടക്കി നിന്നത്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ 3-ാമത് ദൈവരാജ്യ അടയാളം അവിടെയാണ് കർത്താവ് കാണിച്ചത്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതരുടെ വിമോചനവും ഉണ്ടാകുന്നത് ദൈവരാജ്യ അടയാളമായി വിശുദ്ധ ലൂക്കോസ് 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നു. 38 ആണ്ട് രോഗിയായി കിടന്ന മനുഷ്യന്റെ സൗഖ്യം യോഹന്നാൻ മാത്രമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. അത് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണരേണ്ട ചില ചിന്തകളുണ്ട്. ഒന്ന്, ഈ രോഗി 38 വർഷമായി കുളക്കരയിലായിരുന്നു. യേശുവിനെ കണ്ടുമുട്ടുന്നത് വരെ അയാൾക്ക് യാതൊരു പ്രത്യാശയും ഉണ്ടായിരുന്നില്ല. ശാരീരികമായും മാനസികമായും അയാൾ ഏറെക്കുറെ തളർന്നിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. തൻ്റെ ശക്തി രാഹിത്യങ്ങളെക്കുറിച്ച് അയാൾ തികച്ചും ബോധവാനായിരുന്നു. സ്നേഹിതരോ ബന്ധുക്കളോ അയാളെ സഹായിക്കാനുണ്ടായിരുന്നില്ല. അയാളെ കടന്നു പോകുന്ന ദുഃഖകരമായ അവസ്ഥകൾ യേശു കണ്ട് മനസ്സിലാക്കി. യേശുവിൻ്റെ കണ്ണുകൾക്ക് മാത്രമാണ് അത് കാണാനും ഉൾക്കൊള്ളാനും കഴിഞ്ഞത്. ഇന്നും യേശുവിൻ്റെ കണ്ണുകൾ ഇപ്രകാരമുള്ള ജീവിതങ്ങളെ അനുകമ്പാപൂർവം തിരയുന്നു. ആരും കാണാത്തവരെ കാണുകയും ആരും കേൾക്കാത്തവരുടെ ശബ്ദങ്ങൾ കേൾക്കുകയും ആരും അരികിലെത്താത്ത ആളുകളുടെ അരികിലേക്ക് എത്തുകയും ചെയ്യുന്ന കർത്താവ്. രണ്ടാമത്, യേശു അയാളോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഈ ചോദ്യം വളരെ വിചിത്രമാണ് എന്ന് നമുക്ക് തോന്നാം. എന്നാൽ ഈ ചോദ്യത്തിന് ആഴത്തിലുള്ള ചില ചിന്തകളുണ്ട്. കാരണം 38 വർഷം കുളക്കരയിൽ കിടന്ന് ഭിക്ഷ യാചിച്ചതിനാൽ അയാളുടെ ജീവിത ശൈലി ഏറെക്കുറെ അതുമായി അങ്ങ് താതാത്മ്യപ്പെട്ടു പോയിരിക്കാം. സൗഖ്യമാകുക എന്നാൽ അയാളുടെ ജീവിത യാവന നഷ്ടപ്പെടുക എന്ന അർത്ഥമുണ്ടായേക്കാം. സൗഖ്യമാകുന്നതിന് അതിൻ്റെതായ പ്രത്യാഘാതങ്ങളുണ്ട്. യേശു അയാളെ പിന്നീട് കണ്ട് അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ മേലിൽ പാപം ചെയ്യരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നതും ഇതിനെ തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പാപം അയാളുടെ തളർച്ചയ്ക്ക് വഴിവെച്ചിരുന്നിരിക്കാം. സൗഖ്യമായാൽ കർത്താവിനോട് ഒരു പുതിയ വിധേയത്വത്തിൽ വരികയും ധാർമ്മിക ജീവിതം നയിക്കുകയും വേണം. ഒരു വ്യക്തിയുടെ സൗഖ്യം പൂർണ്ണമാകുന്നതും അനുഗ്രഹകരമാകുന്നതും ക്രിസ്തുവിനോടുള്ള വിധേയത്വത്തിലാണ്. 3, യേശു അവനോട് കിടക്കയെടുത്ത് നടക്കാൻ ആവശ്യപ്പെട്ടു.
തികച്ചും സംഭവിക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ് അവനോട് പറഞ്ഞതെന്ന് തോന്നാം. എന്നാൽ അയാൾ ഇത് ചെയ്തു. മർക്കോസ് 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള ഭാഗത്ത് വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കിയപ്പോഴും കൈനീട്ടുവാൻ കർത്താവ് ആവശ്യപ്പെട്ടിരുന്നു. കർത്തൃ സാന്നിധ്യം പകരുന്ന ഊർജം അവരെ അതിന് ശക്തമാക്കിയതാവാം. അതുമാത്രമല്ല, വിശ്വാസം എപ്പോഴും ഉത്തരവാദിത്വപൂർണമായ പ്രതികരണങ്ങളിലൂടെയാണ് പ്രകടമാക്കേണ്ടത്. നിറഞ്ഞ കവിയുന്ന കൃപയെ സ്വാംശീകരിച്ച് അനുഭവിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ ശക്തീകരിക്കുന്ന സാന്നിധ്യം അറിയാൻ കഴിയുള്ളൂ. ദൈവം സ്വീകരിക്കുന്ന മുൻകൈകളോടുള്ള മനുഷ്യൻ്റെ പ്രതികരണമാണ് വിമോചനത്തിൻ്റെ പാത. നിഷ്ക്രിയത ഒരിക്കലും വിമോചനത്തിന് സഹായകരമാകില്ല. അതുകൊണ്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പെരുന്നാളിൻ്റെ ആരവാരങ്ങൾക്കിടയിലും ആർത്തൻ്റെ കരച്ചിൽ കേൾക്കുന്ന യേശുഭാവം നമ്മിലും വളർത്താൻ കഴിയണം. ജീവിത ദൗത്യം നിറവേറ്റുന്നതിനായി ദൈവസാന്നിധ്യം ആവശ്യപ്പെടുന്ന രൂപാന്തരങ്ങൾ നമ്മളുണ്ടാവണം. അതിന് നമ്മൾ തയ്യാറാകണം. കവിഞ്ഞൊഴുകുന്ന ദൈവകൃപയെ സാംശീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സാധ്യതകളെ ചലനക്ഷമമാക്കുന്ന ദൈവവിശ്വാസം നമ്മിലുണ്ടാവണം. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. അതിൻ്റെ സാധ്യതകൾക്കായി നന്ദി. അവിടെ ഞങ്ങളെ സൗഖ്യമാക്കുവാൻ മനസ്സോടെ ഞങ്ങളുടെ അരികിലേക്ക് വരുമ്പോൾ ഞങ്ങളെ പൂർണ്ണമായും അതിനുവേണ്ടി വിധേയപ്പെടുത്തുവാനിടയാക്കണമേ. ശരീരവും മനസ്സും ചിന്തകളുമൊക്കെ സൗഖ്യമായി പൂർണ്ണ അനുഗ്രഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ അടയാളങ്ങളായി ചാലകങ്ങളായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പകൽക്കാല ജീവിതത്തിൽ കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും അടിയങ്ങൾക്ക് നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങളുടെയും നന്മയുടെയും പുതിയ വർഷം പ്രദാനം ചെയ്യണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ.